أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذب أصحاب الأيكة المرسلين إذ قال لهم شعيب ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين. صدق الله العظيم. സൂറത്ത് ഷുറ 176 മുതൽ 180 വരെ. കസ്സബ അസ്ഹാബുൽ ഐക്കത്തി. അസ്ഹാബുൽ ഐക്കത്ത്, ഐക്കത്തിൻ്റെ ആളുകൾ കളവാക്കി അൽ മുർസലീൻ, മുർസലീങ്ങളെ. ഐക്കവാസികൾ എന്നാണ് പരിഭാഷപ്പെടുത്താറുള്ളത്. ഐക്കത്ത് എന്ന് പറഞ്ഞാൽ മരങ്ങൾ തിങ്ങിയ കുന്ന് എന്നാണ് അർത്ഥം. ഇത് ഖാല ലഹും ഷുഐബുൻ, ഷുഐബ് അവരോട് പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക, അല്ലെങ്കിൽ അവരോട് ചോദിച്ച സന്ദർഭം. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലയോ? ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്കുള്ള വിശ്വസ്തനായ റസൂലാകുന്നു. ഫത്തഖുല്ലാഹ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅതിഊൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുക. വമാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, അതിൻ്റെ പേരിൽ, മിൻ അജ്രിൻ, യാതൊരു പ്രതിഫലവും. ഇൻ അജ്രിയ, എൻ്റെ പ്രതിഫലമല്ല, ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൻ്റെ ഉത്തരവാദിത്വത്തിലല്ലാതെ. മറ്റൊരു കഥ പറയാണ്. ഈ സൂറത്തിലെ സീരീസിലെ അവസാനത്തെ കഥയാണിത്. അസ്ഹാബുൽ ഐക്കത്ത് ഷുഐബ് നബിയുടെ കഥയാണ് എന്ന വിഷയം അത് ഖുർആനിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ സമൂഹം ഏതാണ് എന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ രണ്ടഭിപ്രായം കാണാൻ കഴിയും. ഒന്ന്, ഇത് മദിയനുകാർ തന്നെയാണ് എന്നാണ് പ്രബല അഭിപ്രായം. അഥവാ ഷുഐബ് നബിയുടെ ജനതയായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ അഅറാഫിൽ, വൈലാ മദിയന അഖാഹും ഷുഐബ, മദിയനിലേക്ക് അവരുടെ സഹോദരൻ ഷുഐബിനെ എന്ന്. ആ ഷുഐബുകാരെ തന്നെയാണ് ഇവിടെ അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറയുന്നത്. കാരണം അവർ വലിയ മരങ്ങൾ ധാരാളമുള്ള കുന്നുകൾ ഉള്ള, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത്. അവരെ അസ്ഹാബുൽ ഐക്കത്ത് എന്ന് വിളിക്കാൻ കാരണം ഈ മരക്കൂട്ടങ്ങളെയായിരുന്നു അവർ അള്ളാഹുവിന് പുറമെ ആരാധിച്ചിരുന്നത്. അവരുടെ കുറ്റകൃത്യങ്ങളായിട്ട് വഴിയിലൂടെ പോകുന്നവരെ കൊള്ളയടിക്കലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലുമൊക്കെ മദിയനുകാരുടെ കുഴപ്പമായിട്ട് അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ അവരെ അസ്ഹാബുൽ ഐക്കത്ത് എന്ന് വിളിക്കാൻ കാരണം അവർ ഈ മരങ്ങളെ ആരാധിച്ചിരുന്നവരാണ് എന്നാണ് ഇമാം ഇബ്നു കസീർ പറയുന്നത്. എന്നാൽ മുഫസ്സിറുകളുടെ കൂട്ടത്തിലല്ല, ഇത് വേറെ ഒരു സമൂഹമാണ്. അഥവാ ഷുഐബ് നബി അലൈഹി സ്വലാം 2 ജനതകളിലേക്ക് അയക്കപ്പെട്ട നബിയാണ്. അപ്പം മദിയനുകാർ നശിച്ചതിൻ്റെ ശേഷം പിന്നീട് അദ്ദേഹം അയക്കപ്പെട്ട ജനതയാണ് അടുത്തു തന്നെയുള്ള അസ്ഹാബുൽ. ഏതാണ്ട് ഒരേ പ്രദേശത്താണ് ഈ 2 ജനതകളും ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹിജാസിൻ്റെയും ഫലസ്തീനിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് മദിയനും അതുപോലെ ഐക്കയും ഒക്കെ. അപ്പോൾ അങ്ങനെ ഈ ഐക്കത്ത് അവിടെ നശിച്ചതിൻ്റെ ശേഷം പിന്നീട് പോയി താമസിച്ച സ്ഥലമാണ് ജോർഡാനിൻ്റെ ഭാഗത്ത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ നബി ഷുഐബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവിടെ ഒരു ദർഗ പോലെ പരിപാലിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ ആളുകളൊന്നും അവിടെ ഉണ്ടാകുകയില്ല. ഇവിടെ നിന്നുള്ളവർ ചെല്ലുമ്പോൾ ഇവിടെ കാണാം. ഈ നബിമാരുടെ ഖബറിങ്ങലൊന്നും ചടഞ്ഞിരിക്കുക എന്നുള്ളത് അവിടങ്ങളിലൊന്നും കാണാൻ കഴിയുന്ന പ്രതിഭാസമല്ല. നമ്മുടെ നാട്ടിലെ ദർഗയിലെ പോലെ ആൾത്തിരക്കൊന്നും ഉണ്ടാകില്ല, ഒഴിഞ്ഞു കിടക്കുന്ന ദർഗകളാണ്. ഏതാവട്ടെ അവിടെയാണ് നബി ഷുഐബ് ഖബറുള്ളത്. അത് ജോർഡാനിലാണ്. അപ്പോൾ ആ പ്രദേശമാണ് ഐക്കത്ത്. അവിടെ മരങ്ങളും കുന്നുകളും മരങ്ങളൊക്കെ ഉള്ള കുന്നുകൾ തന്നെയാണ് ആ പ്രദേശം. അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് നാടാണ്. 2 നാടുകളിലേക്ക് ഷുഐബ് നബി അലൈഹി ഇസ്ലാം അയക്കപ്പെട്ടു എന്നാണ് മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നത്. അതിനവർ പറയുന്ന കാരണം ഇവിടെ അസ്ഹാബുൽ ഐക്കത്ത് ഇദ് ഖാല ലഹും ഷുഐബുൻ അലാ തത്തഖൂൻ, അവരോട് ഷുഐബ് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചു എന്ന പ്രയോഗമാണ്. മറ്റേത് മദീനയെ കുറിച്ച് പറഞ്ഞെടുത്ത് വൈലാ മദീന അഖാഹും ഷുഐബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഷുഐബ് എന്ന്
വളരെ വ്യക്തമാണ്. ഈ മദിയനുകാർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ, നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഭാര്യ ആയ ഖത്തൂറയിൽ ജനിച്ച മകനാണ് മിദിയാൻ. മിദിയാനിൻ്റെ തലമുറയാണ് മദിയനുകാർ ആയി. ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് പോലെ ബനു മിദിയാനാണ്. അതിൽപ്പെട്ട ആളാണ് ഷുഐബ് നബി അലൈഹിസ്സലാം. അതുപോലെ ബനു ഖത്തൂറ എന്നാണ് ബൈബിളിൽ അവരെ കുറിച്ച് ഉള്ള പരാമർശം കാണാൻ കഴിയുക. ഇങ്ങനെ ഖത്തൂറയുടെ സമൂഹം, ആ സമൂഹത്തിൻ്റെ തന്നെ ഒരു ശാഖയായിരിക്കാം ഈ പറയുന്ന അസ്ഹാബുൽ ഐക്കത്ത്, അഥവാ മദിയനുകാരുടെ അവരുടെ തന്നെ. ഇപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാലത്ത് തന്നെ ലൂത്ത് അലൈഹി സ്വലാമിനെ സദോമിലേക്ക് പറഞ്ഞയച്ചു, സമീപത്തുള്ള എന്നതുപോലെ. ഇത് രണ്ട് സമൂഹങ്ങൾ അടുത്തടുത്തുണ്ട്. ഇവരുമായി ബന്ധമുള്ള സമൂഹം തന്നെയാണ്. അവരുടെ നേർ സഹോദരൻ അല്ലെങ്കിലും ഷുഐബ് അവരുമായി ബന്ധമുള്ള അയൽപ്രദേശത്തുകാരൻ തന്നെയാണ്. അതുകൊണ്ട് രണ്ട് നാട്ടിലേക്കും കൂടി ഒരു നബി എന്നതായിരിക്കാം എന്നും മുഫസ്സിറുകൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും രണ്ട് ജനതയാണ്, പക്ഷേ രണ്ടും ഷുഐബ് നബിക്ക് വളരെ അടുത്ത്. ഒന്ന് നേർ സമൂഹമാണ്, മറ്റത് ഒന്ന് അയൽ നാട്ടിലുള്ള സമൂഹമാണ്. രണ്ടിടത്തേക്കും നബിയായിട്ട് രണ്ടു കൂട്ടർക്കും അറിയാവുന്ന ഷുഐബ് നബി അലൈഹി സ്വലാമിനെ അയച്ചു എന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. അള്ളാഹു ആയാലും ഏതാണ് ശരിയെന്നുള്ളത് അള്ളാഹുവിനെ അറിയുള്ളൂ. എന്തായാലും ഖുർആനിൻ്റെ ഇവിടെ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ ഇത് രണ്ടും തടസ്സമില്ല. കാരണം മക്കാ മുശ്രിക്കുകൾ കാണിച്ചു കൂട്ടുന്ന ധിക്കാരം, അങ്ങനെ ധിക്കാരം കാണിച്ചവരുടെ പര്യവസാനം എന്നതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാങ്കത്യം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറം നാടുകളിൽ പോകരുത് എന്ന് മക്കാ മുശ്രിക്കുകൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ തായിഫിൽ ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അവർ വിശ്വസിക്കുകയും സഹായിക്കുകയും അഭയം നൽകുകയും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ വന്ന വിവരം മക്കക്കാരോട് പറയരുത് എന്നാണ്. കാരണം ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുണ്ടായിരുന്ന ഒരു ആരോപണം, അവൻ പുറം നാടുകളിലൊക്കെ ഈ പ്രചരണം നടത്തിയാൽ ഒന്ന് അവിടെ നിന്ന് ആളുകൾ വരുന്നത് കുറയും, അതുപോലെ തന്നെ ഇവനെ നേരിടൽ നമ്മുടെ ബാധ്യതയായിട്ട് പുറം നാട്ടുകാർ പറയും എന്നതൊക്കെ ഒരു ആശങ്കയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടിയുള്ള ബന്ധം ഉലയും, ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ഒരാളെ അയാളെ പിടിച്ച് ഇന്ത്യക്ക് കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ രാജ്യങ്ങൾ തമ്മിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയിൽ പണിയെടുക്കുന്ന ഒരാളെ അയാൾ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇവിടെ ചെയ്യണതെങ്കിലും ഇന്ത്യയെയാണ് പാകിസ്ഥാൻ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനെയാണ് ഇന്ത്യ ആക്ഷേപിക്കുക. ഇങ്ങനെയൊക്കെ വരുന്നത് പോലെ ഖുറൈശികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പുറം നാട്ടുകാരെ ആക്ഷേപിക്കുക. അതുകൊണ്ട് അവനെ നിങ്ങൾ നിലക്ക് നിർത്തണം എന്നൊക്കെയായിരിക്കും പറയുക എന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറം നാട്ടുകാരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധപ്പെടുന്നതിൽ വലിയ ജാഗ്രത പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് പുറം നാട്ടുകാർ ഹജ്ജിന് വരുമ്പോൾ അവരോടൊക്കെ നിങ്ങൾ ഇവൻ്റെ പ്രസംഗം കേൾക്കരുത് എന്നൊക്കെ പ്രത്യേകം വഴികളിൽ കാരണവന്മാരായ നേതാക്കളായ ആളുകൾ തങ്ങി നിന്നുകൊണ്ട് വരുന്ന തീർത്ഥാടകരെയൊക്കെ, കഅബയിലേക്ക് വരുന്നവരെയൊക്കെ ബോധവൽക്കരിച്ചിരുന്ന സംഭവമൊക്കെ ചരിത്രത്തിൽ കാണാം. അല്ലാഹു തആല ഈ കഥ ഇവിടെ പറയുന്നതിലൂടെ മദീനുകാരുടെ കഥ പറയാതെ അയൽ സമൂഹമായ ഐക്കത്തുകാരുടെ കഥ പറയുന്നതിൽ ഒരുപക്ഷെ അങ്ങനെയും ഒരു സൂചനയുണ്ടാകാം. ഷുഐബ് നബി അലൈഹിസ്സലാം മദീനുകാരിലേക്ക് മാത്രമായിരുന്നില്ല, മറ്റു പ്രദേശങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടിരുന്നു. അവരും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞപ്പോൾ അനുഭവിച്ചത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽ പ്രദേശത്തുകാരോട് ദീന് പറഞ്ഞാൽ, തായിഫുകാരോട് ദീന് പറഞ്ഞിട്ട് അവർ തള്ളിക്കളയുകയാണെങ്കിൽ സംഭവിക്കുക എന്ന് സൂചനയാകാം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. അല്ലാഹു അഅലം. ഏതായാലും ഷുഐബ് നബി അലൈഹിസ്സലാം അവരോട് മറ്റു നബിമാരെല്ലാവരും പറഞ്ഞ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വർത്തമാനമാണ് പറഞ്ഞത് എന്നാണ് പിന്നീട് വിവരിക്കുന്നത്. അതിന് നമുക്ക് വിശദീകരണം ആവശ്യമില്ല, മുമ്പൊക്കെ വന്നത് തന്നെയാണ്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതം ഈ പോക്ക് പോയാൽ മതിയോ, ഇത് ആപത്താകില്ലേ, നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇന്നീലക്കും റസൂലുൻ അമീൻ, നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാണ് ഞാൻ, അഥവാ നിങ്ങൾക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് ഞാൻ വിശ്വസ്തനാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു. ഫത്തഖുല്ലാഹ, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വഅതിഉനി, എന്നെ അനുസരിക്കുകയും ചെയ്യുക, അഥവാ എന്നെ പിൻപറ്റി ജീവിക്കുക. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഇത് നിസ്വാർത്ഥ സേവനമാണ്. ഇത് ചെയ്യാൻ സത്യം ഞാൻ പറഞ്ഞു തരുന്ന തഖ്വയുടെ വശം, നിങ്ങളുടെ ഭാവി
ഇഹലോകത്തും പരലോകത്തും ശോഭനമാകുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരും. അതിലെന്നെ അനുസരിക്കുകയും വേണം. അത് സ്വീകരിക്കുന്നതിന് നിങ്ങളിൽ നിന്ന് യാതൊരുവിധ പ്രതിഫലവും ഫീസും ഈടാക്കുന്നില്ല. എന്നാലോ ഞാൻ പിന്നെ ഒന്നും കാണാതെയല്ല, എനിക്ക് ഈ ത്യാഗത്തിന് ഈ ദൗത്യത്തിനും ഒക്കെ എൻ്റെ റബ്ബ് പ്രതിഫലം തരാമെന്ന് ഏൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നും ഷുഐബ് നബി അലൈഹി സ്വലാം മറ്റ് നബിമാരെ പോലെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വർത്തമാനമാണ് ഷുഐബ് നബി അലൈഹി സ്വലാമും പറഞ്ഞത് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ പരാമർശത്തിലൂടെ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.